ഹലോ ഗൈസ്, ബാരിക്കാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് അസ്വീലമ്മ, റബീഹ്, ദിലു, ഞങ്ങളെല്ലാവരും ഹൈദരാബാദിലേക്ക് അസ്വീലിൻ്റെ ചിലവിൽ വന്നാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അല്ലാതെ നമ്മൾ ഹൈദരാബാദിലുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹൈദരാബാദ് ഇത് ഞങ്ങളെ ലാസ്റ്റ് ഡേ ആട്ടോ. കാരണം ബാക്കിയുള്ളതൊന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തതൊന്നും ഞങ്ങൾ പ്രൈവസി ആയിരുന്നു. അത് ഞങ്ങൾക്ക് അത് ആസ്വദിക്കണ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പ്രേക്ഷകരൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഹൈദരാബാദിൽ ചാർമിനാർക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഊബർ ബുക്ക് ഓട്ടോക്ക് ചോദിച്ചു. അപ്പോൾ ഓട്ടോക്കാർ പറയുകയാണെങ്കിൽ 1200 bucks എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി ഭയ്യ, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ അസ്വീലിൻ്റെ വക നമുക്ക് ഊബർ എടുത്തിട്ടുണ്ട്. അസ്വീലിൽ നല്ല കേട്ടോ, അസ്വീലിൽ കുറേ ഫൈൻ ഉണ്ട്. നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹഫീദ് നദീവി സാറിനും ഹഫീദ് നദീവി ജാമ്യയിലുള്ളവർക്കും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും ആദ്രിന്റെ പേരിലും കൃപ ഹൗസിന്റെ പേരിലും ഹഫീദ് നദീവി കസ്വ ഡ്രൈവിന്റെ ഉടമസ്ഥന അല്ല മൂപ്പരെ കമ്പനിന്റെ പേര് അറബിക്ക്. നമ്മളെ ഇതിന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറബി കുറഞ്ഞ ചെലവിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ആവുണ്ടോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നമ്പറും കൊടുക്കാം. അങ്ങനെയല്ല, പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൽ അങ്ങനെ എനിക്ക് ഷൂ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അസ്വീലമ്മയാണ് കേട്ടോ. അതെ, അസ്വീലമ്മ ഷൂ ന്യൂ ബാലൻസിന് എനിക്ക് ഗിഫ്റ്റ് ആയി തന്നാണ്. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഹൈദരാബാദിന്റെ കിങ് ആയിട്ടുള്ള റബിന്റെ മുടി കാണിച്ചു കൊടുത്ത ഗൈസ്. ഞങ്ങൾ എങ്ങനെയുണ്ട് ഹെയർ കട്ട്? എങ്ങനെയുണ്ട് ഗൈസ് കമന്റ് ചെയ്യട്ടോ, റൈറ്റ് ചെയ്യാ. എങ്ങനെയുണ്ട് ഹെയർ കട്ട്? ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് നമ്മളെ സ്കില്ലൊക്കെ ഉപയോഗിച്ചു. അതെ 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 ഗൈസ്, ഞങ്ങളിപ്പോ ഇനി പോവാൻ നിൽക്കാട്ടോ. അപ്പൊ ഇനി ചാർമിനാർ എത്തിയിട്ട് കാണാം. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ആദിലിനെ പറ്റിയാണ്. HSC ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ. അതെ ഗൈസ്, അതായത് ജോലി ഉണ്ടെങ്കിൽ കൊടുക്കുക. അസ്വീലമ്മ പേരിൽ തന്നെ PG ആണെന്ന് അറിയിച്ചുകൊണ്ട് അസ്വീലമ്മ. ഡ്രൈവർ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടില്ല റബേ, കോപ്പിറൈറ്റ് അടിക്കും. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഡ്രൈവറിനെ. ഞങ്ങളുടെ ഊബർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഊബർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഊബറിന്റെ റിവ്യൂസ് ഒക്കെ ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഞങ്ങൾ നേരെ ഊബറിൽ കയറാൻ പോവാണ്. ഓക്കെ ഓക്കെ ഗൈസ്, OTP അല്ലേ? അങ്ങനെ ഞങ്ങൾ ഊബറിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാരും ഉണ്ട് എന്താ കോമഡി? എന്താ ഞങ്ങൾ വളഞ്ഞ് മൂക്കുടിക്കാണ്. ഞങ്ങൾ ആദ്യം കുടിച്ചിട്ട് വളയാണ്. അതെ അതെ, അത് ഞങ്ങള് ലിംഗംപള്ളിക്ക് പോയി. വെറുതെ ഒരു ആവശ്യമല്ല. അസീല് ഹൈദരാബാദ് ഉള്ളം കയ്യിൽ വെച്ച് നടക്കണെന്ന് പറഞ്ഞ. അപ്പൊ ഞങ്ങള് അസീലിന്റെ വാക്കായിട്ട് നേരെ ഞങ്ങള് ലിംഗംപള്ളി പോയി. ലിംഗംപള്ളിയിൽ എത്തിയപ്പോ ട്രെയിനില്ല. പിന്നെ ഞങ്ങൾ നേരെ ഊബർ വിളിച്ച്. മഴ ആയതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂലല്ലോ അല്ലെ, ഏകദേശം കുറച്ച് പോകണ്ടല്ലടാ. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. അങ്ങനെ നമ്മളെ പയ്യ നമ്മളെ ഊബറിൽ വന്നിരിക്കുകയാണ്. പയ്യ യൂട്യൂബ് ചാനലേ, ഹായ് ഹായ്. അപ്പോ സെറ്റാക്കാം. നമുക്ക് ഇനി ചാർമിനാർ എത്തിയിട്ട് കാണാം. അസീലിനൊരു തേങ്ങ അറിയില്ല കേട്ടോ. ഹൈദരാബാദ് വെറുതെ അളിഞ്ഞ് നടക്കുകയാണ്, ഒരു തേങ്ങ അറിയില്ല. നാട്ടിലുള്ളവരോടൊക്കെ ഹൈദരാബാദ് കേറിയ മതി, സെറ്റാണ് പറഞ്ഞാണ്. ഇവിടെ എനിക്ക് ക്യാ വയ്യാന്നൊക്കെ അസീല്. അപ്പൊ സ്കിപ്പ് അടിക്കാതെ കാണാം. അപ്പൊ ഇനി ചാർമിനാർ എത്തിയിട്ട് കണ്ടോ. നമ്മള് പോയിക്കൊണ്ടിരിക്കണത് അത് വേണ്ട, അത് അടുത്ത സീനിൽ കൊടുക്കും. നമ്മള് ഹൈടെക് സിറ്റി കഴിഞ്ഞല്ലടാ, ഇനി വരുന്നുള്ളൂ. നമ്മളിങ്ങനെ ഹൈടെക് സിറ്റിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ നമുക്ക് ചാർമിനാർ എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. ഭാര്യ തെറ്റിരിക്കണ ഭാര്യക്ക് സങ്കടല്ലേ ഗൈസ്? അസീൽ ഇപ്പൊ ഒരു ബ്രേക്കപ്പിൽ ഇരിക്കട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെലവിലാണ് ഞങ്ങൾ ട്രിപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടൈക്കനാലിൽ പോയപ്പോൾ അത് റംസി മൻസൂറിന്റെ ചെലവായിരുന്നു നമുക്ക് തേപ്പിട്ടിയപ്പോൾ. ഇപ്പൊ ഞാൻ ഹൈദരാബാദ് വന്നത് എന്താ അസീലിന്റെ തേപ്പിട്ട. കാരണം എനിക്കൊരു പ്രത്യേകത ഉണ്ട്, ആർക്കൊക്കെ തേപ്പ് കിട്ടിയോ അവർക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കാൻ ഇങ്ങനെ പൈസ കൊടുത്ത് കൊണ്ടുപോകും ഗൈസ്. കാരണം എന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ള. അതെ അതെ അതെ, അല്ല അതല്ല ഗൈസ്. നമ്മളിപ്പോ ഇവിടെ കണ്ടോളൂ മെഹന്തി പട്ടണം കാരിസൺ പട്ടാളക്കാരനൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. സോറി ഗൈസ്, മെഹന്തി പട്ടണമാണ്. അങ്ങനെ നമ്മള് മെട്രോന്റെ താഴത്തു കൂടെ. ഇത് മെട്രോടാ? അല്ലല്ല, മെട്രോ അല്ല, ഇത് ഫ്ലൈ ഓവർ. ഇവിടെ മറ്റേ ഇതൊക്കെ പോവാ, ഫ്ലൈറ്റ് ഒക്കെ പോവാ.
മറ്റേ ഫ്ലൈറ്റ് പൊങ്ങുകൊണ്ടെന്ന് അത്ര സ്ഥലം എവിടാ? ഇതിനൊന്നും ഞങ്ങൾ പ്രോത്സാഹനം കൊടുക്കൂല കേട്ടോ. കാരണം എടാ കുട്ടി കാര്യം പറയണ മോൾക്ക് നോക്ക്. ഇത് എയർപോർട്ടാ? ഹൈദരാബാദ് എയർപോർട്ട് എങ്ങനെയാണ്? അതിപ്പോ ഇവിടെ ഹൈടെക് പുതിയ ടെക്നിക്കാണ്. ഹൈടെക് സിറ്റിന്ന് വെറുതെ വന്നേ അന്നിപ്പോ ഈ ഒട്ടാൾക്ക് അറിയില്ലല്ലോ. അതെ അതെ അതെ. ആണെ നോക്കാതെ വിമാനം യൂട്ടേൺ എടുക്കുന്ന സ്ഥലം കുറച്ചുകൂടി മുന്നേ പോയാല് ഗൈസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാനൊന്നും നിൽക്കണ്ട. ഗൈസ് ഹൈദരാബാദിൽ ഭയങ്കര മഴ കേട്ടോ. കാരണം അതെന്താന്നറിയോ റബി, എനിക്ക് ഈമാനുള്ള വ്യക്തികൾ ഇറങ്ങി ചെല്ലുമ്പോ ബർക്കത്തുള്ള ആളുകൾ എത്തുമ്പോ റാഹത്തും ബർക്കത്തൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ്. അതെ അതെ, ഈ റഹ്മത്ത് എന്നുള്ള പേര് കണ്ടിട്ട് ആരോ ഓൾക്ക് റഹ്മത്ത് ഉണ്ട് വിചാരിക്കണ്ട, കമന്റ് ഇടാൻ നിൽക്കണ്ട. റഹ്മത്തുള്ള ആളുകൾ എത്തുമ്പോഴാണ് മഴ വരുന്നത്. അതെ അതെ. പക്ഷെ ഇവിടെ കുറുക്കന്റെ കല്യാണം വെയിലുണ്ടടാ. ബസ് ഗൈസ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ, അല്ലല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി കൂടുതൽ ഊബറിനൊക്കെ ഇങ്ങനെ കാണിച്ചു ഉറപ്പിക്കുന്നില്ല. ചാർമിനാർ എത്തിയിട്ട് ഹൈദരാബാദിന്റെ കൂടുതൽ ഭക്ഷണ വിശേഷങ്ങളും ഹൈദരാബാദിലെ എന്തൊക്കെ ചരിത്ര വിശേഷങ്ങളും ഒക്കെ നമുക്ക്. അതെ ഗൈസ്, ദൗറ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ആരാവുതാണ്? ഫസ്റ്റ് ഞാനാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരായത്തുള്ളൂ അതേപോലെ. ഖുൽ ഹുവല്ലാഹു അഹദ്. വല്ലാദിയാത്താ والآديات ضبها والمعيرات سبحا فأسرن به نبعا അല്ലല്ല, സമൂഹം കാണണം. അഫീദ് നദ്വിയുടെ മകൻ. നെപ്പോട്ടിസം വളർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മുടെ നാട്ടില് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ, അഫീദ് നദിയുടെ മകൻ അസ്വി, അത് ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം സമൂഹവും സൊസൈറ്റിയും ഉൾത്തുറന്ന് കാണേണ്ട ഒരു കപടകരമായിട്ടുള്ള ആചാരമാണ്. കാരണം അതല്ല, അത് നമുക്ക് മറ്റൊരു സൂറത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലതു സിൽസാലഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് وأرأيت الناس يدخلون في دين الله أفواجا سبح بحمد ربك واستغفر ഇന്നഹു കാന തവ്വാബാ. അപ്പൊ നിങ്ങളൊക്കെ ഇതേപോലെ യാത്രകളൊക്കെ പോകുമ്പോ ഇതിനെന്താ പറയാ, ദൗറ എന്നല്ലേ, ദൗറകളിൽ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നിങ്ങളെ ഖുർആനികപരമായിട്ടുള്ള ബ്രിഗേഡ്സിന്റെ എല്ലാരും ഹാഫിളാ. അതെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ പുണ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഖുർആൻ എന്താണില്ലേ അതിന്റെ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹൈദരാബാദ് ഓൾഡ് സിറ്റിയിൽ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. ഇതല്ലേ നോക്കുക ഗൈസ്, എന്ത് മനോഹരം അതിന്റെ ഓരോ സംഭവങ്ങളൊക്കെ കാണാൻ. നമുക്ക് ഇനി ഇപ്പൊ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് നമുക്ക് നല്ല രീതിയിൽ എടുക്കാം. ഇതിനൊക്കെ എത്ര പഴക്കുണ്ടാവും ബസ്സിലെ? ഏകദേശം ഇപ്പൊള്ളൊന്നുമല്ല, പണ്ട് പ്രാചീന ഇവരില്ലേ ആര് ടിപ്പുന്റെയും ഓരോ എല്ലാരെയും മുന്നേ മുതലേ ഈ ഒരു ഏരിയ മുസ്ലിം റൂളേഴ്സ് കംപ്ലീറ്റ്. അതൊക്കെ ഈ എന്ത് രസമാണ് കാണാന്. അതായത് ആ പഴമ ഓല് നിലനിർത്തിയിട്ടുണ്ട്. അതായത് ഇതൊരു മാർക്കറ്റ് അല്ലേ, മാർക്കറ്റ്. ഓ ഗായ്സ്, എന്ത് രസല്ലേ. അതായത് ഒരു വിന്റേജ് ഫുള്ള് കരിങ്കല്ലോണ്ടാട്ടോ ഇത് ഉണ്ടാക്കിയത്. അതായത് സിമെന്റും ഇതൊന്നും ഇല്ല, ഫുൾ കരിങ്കല്ല്. ആ, അതായത് പണ്ട് രാജാക്കന്മാരൊക്കെ രാജാക്കന്മാരല്ല, കുറച്ച് വലിയ നമ്മള് ഏകദേശം ചാർമിനാർ എത്താൻ പോകട്ടോ. എടാ ഇതൊക്കെ അന്നത്തെ കാലത്ത് കുറച്ച് ഇതല്ല ചാർമിനാർ, ഇതേമാരത്തെ കൊറേ സാധനങ്ങളുണ്ട്. സെന്ററില് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇതേമാരത്തെ കൊറേ സാധനങ്ങൾ എല്ലാ ഭാഗത്തൊന്നും ഇതേമാരത്തെ ഗേറ്റുകളുണ്ടാവും. എൻട്രൻസ് ഇപ്പൊ നമ്മളീ കിടക്കണില്ലേ, ഇതേമാരത്തെ എൻട്രൻസ് എല്ലാ ഭാഗത്തും ഉണ്ടാവും. നൈസ് നൈസ്. എടാ റബിയെ,
ഇതൊക്കെ പണ്ടത്തെ അന്നത്തെ കാലത്ത് കുറച്ചൊക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചിരുന്ന സംഭവമാണല്ലോ ഇതൊക്കെ. താമസിച്ചാർന്നത് മാർക്കറ്റാണ് പണ്ട് മുതൽ. അല്ല ഇതിന്റെ മോൾ ഭാഗം യൂസ് ചെയ്തിരുന്നത് കാരണം അന്നത്തെ ജനലും കാര്യങ്ങളും ആൾക്കാർ താമസിക്കൂലടാ. അതായത് മാർക്കറ്റിൽ ആരും താമസിക്കണില്ലല്ലോ. ഇത് മാർക്കറ്റാണ്. ഈ ഏരിയ മൊത്തം മാർക്കറ്റാ, കച്ചവടങ്ങൾ മാത്രം. അല്ല ഇതിന്റെ താഴത്ത് ഫുള്ള് ഇത് കടകള്, മോൾ ഭാഗത്ത് ഞാൻ ചോദിച്ചത് ഇതിന്റെ സെക്കൻഡ് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. എടാ പണ്ടത്തെ കാലത്ത് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും താമസിച്ചിരുന്നില്ല. ഇതേ നേരത്തെ സാധനം കണ്ടോ എല്ലായിടത്തും. ഈ പഞ്ഞിമിഠായി ഉണ്ടല്ലോ, പഞ്ഞിമിഠായി. നമ്മൾ ഗൈസ് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ആ ഭാഗം ന്യൂ സിറ്റി അല്ലേ, ഹൈടെക് സിറ്റി. പക്ഷെ അവിടുന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇത്. കാരണം മൊത്തത്തിലുള്ള സ്ട്രക്ചർ കാര്യങ്ങൾ, ആൾക്കാരെ പെരുമാറ്റം രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ബിലോങ് ചെയ്യുന്നതെന്നുള്ളൊരു ഫീലിംഗ് നമ്മളോട്. അതെ അതെ കേട്ടോ. ചാർമിനാർക്കുള്ള എൻട്രൻസ് ആ ബാക്കിൽ കാണുന്നതാണ് ചാർമിനാർ. രണ്ടും രണ്ടാണ്. അവിടെയുള്ള കമ്മ്യൂണിറ്റി അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒരുപാട് കാലപ്പഴക്കമുള്ള ബിൽഡിങ് കാര്യങ്ങൾ, അതേമാതിരി പണ്ട് മുതലേ ഇവിടെ വന്ന് കച്ചവടം ചെയ്യാൻ വന്നു കൂടിയ ആൾക്കാർ. അതെ അതെ. അതായത് ഒരു മുസ്ലിം ക്യാപിറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ ഹൈദരാബാദിലുള്ള ഫുൾ ഇട്ടോ. കാരണം അത്രക്കും ഫോണിൽ എത്രത്തോളം അത് കിട്ടുന്നില്ല, അത്രക്കും ഭയങ്കര രസമാണ്. അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഏരിയയിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. അതേപോലെ തന്നെ ഹൈദരാബാദിൽ സിൽക്ക്, അതായത് പട്ട് നൂലിനും അതേപോലെ പേൾസ്, ഒറിജിനൽ പേൾസ്, മുത്ത് അല്ലെ പവിയ എന്നല്ല വരാം, അതിനൊക്കെ ഭയങ്കര പേര് കേട്ടൊരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്നു കൊടുക്കുമ്പോൾ തന്നെ കുറേ ഏജന്റുമാർ നമ്മൾ വന്നിട്ട് ഓലിച്ചാരം നമ്മൾ പവിയൊക്കെ വാങ്ങാൻ വന്നതാണ്. കുറേ ഏജന്റുമാർ വന്നിട്ട് നമ്മളെ അതിനെന്താ സമീപിക്കുന്നുണ്ട്, പേള് വേണോ മുത്ത് വേണോ. ഞങ്ങളിവിടെ വന്നിക്കണത് ഈ ചാർമിനാർ വാങ്ങാനും, ഈ ചാർമിനാർ വാങ്ങാനല്ല കേട്ടോ, ചാർമിനാർ കാണാനും. പിന്നെ ഇവിടെ ചീപ്പായിട്ട് കുറെ വാച്ചൊക്കെ കിട്ടൂലേ. അതെ അതെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങളാണ്. ഓ അവിടേക്ക് നമുക്ക് ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ കയറാനൊക്കെ പറ്റും കേട്ടോ, പക്ഷെ ഞങ്ങൾ മുകളിലൊന്നും കയറുന്നില്ല. സോ ഇതിന്റെ സൈഡിൽ ആക്ച്വലി ഒരു കുറച്ചൊരു എന്താ പറയാ, ആൾക്കാർ ഒരു സംഭവം വെച്ചാണ്ട് പൂജ ചെയ്യാൻ തുടങ്ങിയത്. അത് മെയിനായിട്ട് BJP-ക്കാരാണ്. അവരുടെ കൾച്ചറലി അവർക്ക് ഇതിൽ ഹെറിറ്റേജ് ഉണ്ട്, അവരുടെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞാണ്ട് താജ്മഹലിലൊക്കെ ചെയ്യണ പോലെ. താജ്മഹലിന്റെ അടിഭാഗത്ത് അങ്ങനെ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ഹിന്ദുത്വ ഗ്രൂപ്പ് വന്നിട്ട് BJP. ഇന്നത്തെ വ്ളോഗ് ഫുൾ എഡ്യൂക്കേഷൻ പർപ്പസ് ആട്ടോ. എന്റെ 2 വ്ളോഗും പൊട്ട വ്ളോഗുകളാണ്. ഒരു കണ്ടന്റ് ലക്ഷത്തിൽ വിവരമുള്ള കുറച്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് കിടിലം സാധനങ്ങൾ ഉണ്ടാവില്ലേ. അതെ ഗൈസ്, എനിക്ക് ഈ വ്ളോഗിൽ ഭയങ്കര വിവരമായിരിക്കും ഗൈസ്. കുറെ ആൾക്കാർ ഇപ്പം ആ ബയ്യ ചോദിക്കാണ് എന്താ യൂട്യൂബ് ചാനലിന്റെ പേര്, അയാളെങ്ങനെ പോയി അടിച്ചു നോക്കിയാണ്ടല്ലോ ഗൈസ്. ആ കാണാം കേട്ടോ, മക്ക മസ്ജിദിന്റെ മിനാറാട്ടാ കണ്ടത്. എന്താണെന്ന് എന്നോട് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ഈ ചാർമിനാർ എന്താണ്, അതിനെ പറ്റി എന്തെങ്കിലും അറിയോ? ആ വായിച്ചിട്ടില്ലാന്ന്. ഓക്കെ ഗൈസ്, ഞങ്ങൾ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അസീലമ്മേ PGMA അസീലമ്മേ. ഗൈസ് ഇവിടുത്തെ പോലീസ് വണ്ടികളൊക്കെ കിട്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ വരും ആടോ ക്രിസ്റ്റൊക്കെയാണ് പോലീസുകാർക്ക്. നമ്മളെ നാട്ടിലൊക്കെ ഓരോ ഊള ഇന്നോവയൊക്കെ ഹൈവേ പോലീസിന് 4x4 കഴിക്കണേ. ഗൈസ് ഇവിടെ നല്ല കിടിലം വാച്ചുകൾ കിട്ടും. ഇതിനൊക്കെ 100 രൂപ കേട്ടോ. ഇതിനൊക്കെ 100-150 ഉണ്ടാവും. പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ സിമ്പിളായിട്ട് ഇതാണ്ടോ. ഇവിടെ ഗ്രീൻ ടച്ചിലൊക്കെ നല്ല ഡിസൈൻ ഉള്ള വാച്ചുകളൊക്കെ കിട്ടും. അതെ, അത് നമ്മള് പറയില്ലേ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഇടുമ്പോ കാണാൻ നടക്കണം. അതെ, പിന്നെ വാച്ച് ഓടുന്നുണ്ടല്ലോ, അത്ര മതി. ഇതിൽ കൂടുതലൊന്നും ഇതൊന്നും വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷെ കള്ളക്കിടല ലുക്കിലെ സാധനങ്ങൾ ഉണ്ട്. പക്ക ലോക്കൽ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ലൊരു ഗേൾസിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതില് ഗേൾ ഫ്രണ്ടിനൊക്കെ വാങ്ങുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. എടാ ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളല്ലേ, ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഉണ്ടാക്കി കൂടെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ. ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ അതിന് എത്രത്തോളം ചാർമിനാർ എങ്ങനെയാണ്, അതിനെ പറ്റിയ ഹിസ്റ്ററി കാര്യങ്ങളൊന്ന്. അതായത് ഇപ്പം പറഞ്ഞു വന്നെന്താ വെച്ചാല്, ഇത് മൂപ്പരെ ഹിന്ദു വൈഫിന് ഉണ്ടാക്കി കൊടുത്ത സാധനം. വൈഫിനോ? എന്ത് വൈഫിന്? ഹിന്ദു ആയ വൈഫിന്. മുസ്ലിം മൂപ്പരാൾക്ക് കുറെ വൈഫ് ഉണ്ടായിരിക്കുന്നുണ്ടാവും. ആർക്ക്? ഇത് കറക്റ്റ് ആണോ? കുത്തുബ് ഷാ അല്ല, എന്റെ കറക്റ്റ് ആണ്, ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. ഗൂഗിള് കറക്റ്റ് ആണെങ്കിൽ ഞാനും കറക്റ്റ് ആണ്. അത്രേ ഉള്ളൂ. നമ്മള് വായിച്ചുള്ള അറിവുള്ളൂ, കേട്ടും വായിച്ചുള്ള അറിവുള്ളൂ. എങ്ങനെ അല്ല, ഹൈദരാബാദിന്റെ ചരിത്രം പറയണെങ്കിൽ കുറെ പറയാം. അല്ല, ഇതിന്റെ ചരിത്രം നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ. നമ്മളെന്താ കഴിക്കാൻ പോണേ? ഹൈദരാബാദിൽ വന്നാല് മസ്റ്റ് ട്രൈ
എന്ന് പറയുന്ന ഒരു സാധനം ഈ മിലാൻ ജ്യൂസ് സെന്ററിലത്തെ ഷാദൂദ് മലായ് എന്ന് പറയുന്ന മൾബറിയുടെ ഒരു ഇതുണ്ട്. മൾബറി തൈരാണോ ഷാദൂദ് മലായ്. അതായത് മക്കാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നിലത്ത് നിറച്ച് കാക്കളേക്കാരം. ഇതിന്റെ നേരെ മക്കാ മസ്ജിദിന്റെ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് മിലാൻ ജ്യൂസ് സെന്റർ. ഇതിന്റെ കോപ്പി സാധനങ്ങൾ കുറെ കിട്ടാണ്. പക്ഷേ ഇതാണ് ഒറിജിനൽ. ഇതിന്റെ നേരെ ഈ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് നേരെ പോയി ട്രൈ ചെയ്യാം. അതായത് മസ്റ്റ് ട്രൈ. ഇവിടെ വന്നാൽ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു സാധനം. അതെ ഗൈസ് മിലാൻ ജ്യൂസ് സെന്റർ. ഞാൻ ഇതൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ മിലാൻ ജ്യൂസ് സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കാൻ പോണത്. മസ്റ്റ് ട്രൈ ചെയ്യാനല്ലോ ഇവിടെ വന്നാ. ഗ്രീൻ വാലി ചംചം എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ആണ്. ഈത്തപ്പഴം ഇട്ടിട്ടുള്ള സംഭവം കേട്ടോ. ഫ്രൂട്ട് കസ്റ്റാർഡ് അത് വേണ്ട. शादूद मलाई कितना 120. एक शादूद मलाई. एक शादूद मलाई एक शादूद मलाई. സീതാപ്പാൽ എന്ന് പറഞ്ഞ സീതാപ്പൽ എന്ന് പറഞ്ഞാൽ സീതാപ്പഴം നമ്മളെ ചക്കപ്പഴത്തിന് കേട്ടോ സീതാപ്പൽ എന്ന് പറയുന്നത്. മൾബറി കേട്ടോ മിക്സി നല്ല മിക്സി വെൽ മിക്സ്. റിവ്യൂ പറയണേ കഴിച്ചിട്ട്. നമ്മളെ നാട്ടിലൊക്കെ എത്ര മൾബറി വെറുതെ കളയണേ. ഇതൊക്കെ എടുത്ത് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അല്ലേ? നല്ല മിക്സ് ആക്കും. നമുക്കിത് നമ്മളെ കഫേയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഇത് പൊട്ടിക്കണോ? അതായത് കളർ മാറും. ഒരു വൈലറ്റ് കളറാവും. എങ്ങനെ വന്നാലും മൾബറി കിട്ടും നമുക്ക് അതിന് കടിക്കാൻ. കഴിച്ചോക്കാം. ഇത് നമ്മളെ ഏകദേശം മറ്റേ മിൽക്കി മിസ്റ്റിന്റെ ഇതുപോലെ ഉണ്ടാവും. കഴിച്ചോക്കാം. ഇതിലോ റിവ്യൂ പറയാം. ഓണസ്റ്റ് റിവ്യൂ ആവണേ. അസീൽ പറയട്ടോ കറക്റ്റ് പറയാം. ഞാനൊന്ന് കഴിച്ചോ. മിൽക്കി മിസ്റ്റിന്റെ എന്താ യോഗട്ട് കറക്റ്റ്. അത് അതിന്റെ ഒറിജിനൽ വേർഷൻ. മറ്റേ ഫുള്ള് സാധനങ്ങളൊക്കെ എനിക്കതിന്റെ ഈ വെള്ളം ഇഷ്ടപ്പെട്ടു. മൾബറി കുടി കഴിക്കുമ്പോൾ രസം. ഞാൻ മൾബറി നല്ല പോട്ടാണ്ടാവുള്ളൂ. മൾബറിക്ക് ചെറിയൊരു പൊളിപ്പുണ്ട്. അതാണ് ഇതിന്റെ ടേസ്റ്റ്. കൊള്ളാം. ഹലോ ഗൈസ്, അടുത്ത സാധനം വന്നിട്ടുണ്ട്. തുരുതുര ഇളക്കുന്നു. ചക്കപ്പഴം ജ്യൂസ് അല്ലേ? ചക്കപ്പഴമല്ല, സീതപ്പഴം. അതിനെ ചക്കപ്പഴം. സീതപ്പഴത്തിന് ഞങ്ങളോട് ചക്കപ്പഴം തരാം. മലപ്പുറത്തൊക്കെ നിങ്ങൾ എറണാകുളംകാർ എന്താ പറയാൻ നമുക്കറിയില്ല. അതെ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാന്നുള്ള കമന്റ് ചെയ്യട്ടോ. ഇറങ്ങിട്ട് ഇരിക്കാൻ എത്തണില്ല. ഞാൻ അതിൽ കഴിച്ചിട്ട് അതിന്റെ ഇത് പറഞ്ഞിരുന്നായിരിക്കും. സെറ്റാ അടിപൊളി തന്നെ. ഞാനിവിടെ ഒന്ന് കഴിച്ചോട്ടെ ഗൈസ്. ക്യാമറ നിൽക്കാൻ പറ്റില്ല. വീഡിയോ റെക്കോർഡിംഗ് ആണ്. എങ്ങണ്ട് കണ്ണ് ഗ്ലിച്ചടിക്കണ്. ഹൈദരാബാദ് ഇത് കഴിക്കാൻ എന്നാലും മുതലാവും. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തന്നാല് എന്റെ തീറ്റ നടക്കില്ല. ഞാൻ അങ്ങനെ ചാർമിനാറിൽ നമ്മള് നിസ്കരിച്ചില്ലേ? ആയില്ല, അങ്ങനെ തുടങ്ങാം. അങ്ങനെ നമ്മള് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എവിടെ പോണേ? ഇനി നമ്മള് ചാടിക്കാൻ പോവാ. അപ്പൊ ഇവിടെ കൊറേ ഇതായിട്ടോ നല്ല അടിപൊളി സംഭവം. അടിപൊളിയാണ്. പക്ഷെ വൃത്തി കുറച്ച് കുറവൊന്നുമില്ലേ? സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം കമ്മ്യൂണിറ്റീസിന്റെ സ്ഥലത്ത് ഗവൺമെന്റ് അല്ലാണ്ട് ശ്രദ്ധിക്കൂല. അതന്നെ. ഇവിടെ നമ്മള് ക്ലീനിങ് സ്റ്റാഫ് അതേപോലെ ഒന്നും നമ്മള് അധികം കണ്ടില്ല. പക്ഷെ മഴ ഇതിന്റെയാണ്. മഴ ഇതില്ലെങ്കിൽ ഇത്ര സീൻ ഉണ്ടാവില്ല. നല്ല വൈബുള്ള സ്ഥലം. നമ്മളിനി ഇവിടുന്ന് പോകാൻ പോവാണ്. ഇതിന്റെ ഡോറൊക്കെ കണ്ടോ എന്ത് രസമാരോ. ഭംഗിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് ഫുള്ള് കറങ്ങി തിരിഞ്ഞ അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഷാദാബ് ബിരിയാണി. അതെ, ചാർമിനാർ. ഇവിടെ ബിരിയാണി ചെമ്പും മാറിക്കാസില്ല. പക്ഷെ നമ്മളിപ്പോ ഹലീം കഴിക്കണ്ട. ഹലീം റമദാനിലാണ്. മാറിക്കണ ഞാൻ വണ്ടി നമുക്ക് വേണ്ട. ഇത് യൂട്യൂബറേക്കാരോ
വണ്ടി നമുക്ക് വേണ്ട. നല്ല തിരക്കുള്ള ഷോപ്പ് കേട്ടോ നമ്മൾ പോകണം. ഇവിടുത്തെ പത്രത്തിൽ വരും മലയാളി യൂട്യൂബർ, അനേകം സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബർ വാഹനം ഇടിച്ച് മരിച്ചു. ഗൈസ് അടിപൊളി കേട്ടോ. ആടിൻ്റെ മട്ടൻ കാലൊക്കെ ഉണ്ട് ഗൈസ്. വാവ് സീനില്ലേ അത് നമുക്ക് ഓർഡർ ചെയ്താലോ? വേണ്ട, ഈ ചാറ് മാത്രം കിട്ടാവോ? കാല് കണ്ടിട്ട് എന്താ പോലെ കാല് കേക്കിട്ടുണ്ടാവില്ല. പിന്നെ കാല് കേക്കിട്ടുണ്ടാവില്ല എന്നൊക്കെ. അപ്പുറത്തെന്താ എന്തൊക്കെ ഉണ്ട്. എന്നാ നമുക്ക് സീറ്റ് പിടിക്കാം. ആളുകളെ മാതിരി നമ്മൾ കയറി ഇരുന്ന് തിന്നാനൊക്കെ നോക്കി, പക്ഷെ ഗൂഗിൾ പേ ഇല്ല ഗൈസ്. എവിടെ അത് നമ്മക്കില്ല ഹോട്ടലിലേക്ക്, ഹോട്ടൽ മിസ്കിൻ ഗൈസ്. എന്താണ് നമുക്ക് ഗൂഗിൾ പേ അവിടെ എടുക്കില്ല. എന്തൊക്കെ വലിയ സിറ്റിയാണ് ഇവിടെ, ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലേ. ഇവിടെ പോലെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ എന്തോ ഈ ഗൂഗിൾ പേയിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ ടാക്സിന്റെ ഇഷ്യൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഗൂഗിൾ പേ അല്ല. ഞങ്ങൾ ATM തിരഞ്ഞ് പോവാണ്. വഴി തെറ്റിയോ? അവൻ ഇങ്ങോട്ട് പോവാം. അതൊക്കെ വരുമ്പോൾ ലിക്വിഡും കൊണ്ട് പോന്നാൽ മതി. ഗൂഗിൾ പേ പിടിച്ച് പോന്നിട്ട് ലൈഫ് ഈസ് ഗോയിങ് ടു കനാട്ട് ഗൈസ്, കനാട്ട്. ഇന്നലെ കാണണേ. അപ്പൊ എല്ലാരും പറഞ്ഞ മാതിരി ചെയ്യാട്ടോ. ഷാദാബ് നല്ല ഏത് റെസ്റ്റോറന്റിൽ വരികയാണെങ്കിലും നല്ല ഹൈദരാബാദ് വരുമ്പോ ക്യാഷ് ഇവിടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ക്യാഷ് സ്വീകരിക്കും. ഉടായ്പല്ല, എല്ലാ ഹൈറും ബർക്കത്തുള്ള കച്ചവടമാണ്. അപ്പൊ അതിൻ്റെതായ നിലക്ക് കാണും. നമുക്ക് പ്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആർക്കെതിരെ മുസീബത്ത് നമ്മൾ പറയാൻ പാടില്ല. നമ്മളെന്തൊക്കെ ഓർഡർ ചെയ്തിരിക്കണേ? നമ്മള് മട്ടൺ ബിരിയാണി, പായ് നല്ല മട്ടൺ, പായ് നല്ല ചിക്കൻ. എന്താ ചെയ്യാ? തമിഴ് വ്ളോഗേഴ്സ് ചെമ്പിര സാധനം കൊണ്ട് വരുന്നത്. ഈ ടിഷ്യൂ എടുത്തിട്ട് നമ്മളിങ്ങനെ തുടക്കണുണ്ട്, വെള്ളമൊക്കെ തുടച്ച് കളയണം. ദിലുവിന് മാത്രം സ്പൂണറാ. അത് ഓനെ കണ്ടിരിക്കില്ല അങ്ങനെ. വേറൊരു കാര്യം പറയാനുള്ള വെച്ചാല് എങ്ങോട്ട് പോവുകയാണേലും ഒത്തുകൂടുന്ന അതേമാതിരത്തെ സാധനങ്ങളെ കൊണ്ട് ഒരു ബൈക്ക് പോകാൻ പറ്റില്ല. അത് കാണിച്ചു കൊടുത്താ ഇതാ ഇത് ഈ താട്ടെ ഇതോ ഈ മന്ത് മനസ്സിലായില്ലേ? അന്തെന്ന് പറയണില്ല. ഇങ്ങനത്തെ കൊണ്ട് പോയിണ്ടെങ്കിൽ പോണത് കൊളാവും. നിങ്ങൾക്കൊരു റഹ്മത്തും ബർക്കത്തും ഹൈറും ഉണ്ടാവൂല, പരിപാടി നടക്കൂല. അങ്ങനല്ല, ഹൈദരാബാദി കട്ടാണ് ഗൈസ്. യൂണിവേഴ്സിറ്റി ഹെയർ ഡ്രസ്സർ ഹൈറല്ലേ, ഹൈറും ബർക്കത്തല്ലേ വെട്ടിയപ്പോ ഞങ്ങള് വിജയിച്ചു. ഓക്കെ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ അത്യാവശ്യം. ഓട്ടരും ടിപ്പിന് വേണ്ടിട്ടേ. ടിപ്പ് കൂട്ടോൽക്ക് ഒരു കളിയില്ല കേട്ടോ, ഓനക്കൊന്നും മനസ്സിലാവില്ല. ഹൈദരാബാദ് ടിപ്പ്. ആ സ്പൂൺ കൊടുക്ക്. ഹൈദരാബാദ് മട്ടൻ ഓക്കെ, പൂര മട്ടൻ. എടാ ദിലുവിന് മട്ടൻ പീസ് കൊണ്ടുപോയി. ചെറിയൊക്കെ വേണ്ടേ? അതിന്റെ എല്ലാണ്. എടാ നിങ്ങൾ ഈ വില കളയല്ല കേട്ടോ. എന്റെ യൂട്യൂബിനൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. എടാ പീസ് മൊത്തം ഓടി പോയടാ. പിന്നെ എനിക്കൊരു പീസ് തരും. ഇതിലൊരു ഒരു കഷ്ണം പോലും ഇല്ലടാ. ഗൈസ്, അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് പറയാട്ടോ. കഴിച്ചിട്ട് പറയും. അല്ല നല്ലത് പറയും, ഉള്ളത് തന്നെ. എങ്ങനെ കഴിക്കേണ്ട കാണിച്ചു കൊടുക്കുക. സവാളിൻ്റെ പീസ് കഴിക്കാം. അതൊരു കുഴച്ച് പീസ് എടുത്ത് എൻ്റെ വായനൊക്കെ വെള്ളം വരുന്നുണ്ട്. എന്താ അവസ്ഥ? എന്താ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സാധനം വന്നിരിക്കുകയാണ്. ഇതിന്റെ പേരെന്താണ്? അതിന്റെ വിളിച്ച് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അപ്പൊ നമുക്ക് നാളെ റൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. റൊട്ടി ഭയങ്കര സ്മൂത്താണ്. ഓക്കെ നമ്മള്
ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാണ്. നമ്മള് എവിടെയൊക്കെ പോയിരുന്നു? ചാർമിനാർ പോയി, ചാർമിനാർ, മക്ക മസ്ജിദ്, പിന്നെ ഗോൽക്കൊണ്ട, ഗോൽക്കൊണ്ട ഫോർട്ട്, പിന്നെ മറ്റേ എന്താണ് ബുദ്ധ സ്റ്റാച്ചു. ഓക്കെ ഓക്കെ പിന്നെ ഞങ്ങള് കുറെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ. എല്ലാ പൈസയും ഞാനാണ് കൊടുത്തത്. അതെ അതെ. അത് ഞങ്ങൾ അവന്റെ അക്കൗണ്ട് വിട്ടുകൊടുത്തിട്ട് അക്കൗണ്ട് കൂടെ കൊടുത്തതാണ്. ഷെയ്ഖുന അസീല് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ചെലവില് വന്ന് ജീവിക്കണം. ലെങ്തി ആവും. ഓ സീന് കോപ്പിറൈറ്റ് പാർട്ട് ഓഫ് മ്യൂട്ട് ചെയ്തോളാം. അപ്പൊ നമ്മള് കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. ബൈ ബൈ. അടുത്ത എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അഡ്വർടൈസ്മെന്റ് ഫ്ലൈയിങ് കിസ് കൊടുത്തോ. അഡ്വർടൈസ്മെന്റിന് വേണ്ടിട്ട് വിളിക്കാം. ഓക്കെ ബൈ. ഞാൻ ഉമ്മ കൊടുക്കില്ല. ഞാൻ വളരെ വിലപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ ഉമ്മ കൊടുക്കുള്ളൂ. വേറെ ആർക്കും ഇല്ല. അതിപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു.